ഇന്ത്യയിൽ ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഫണ്ണി പാർട്ടായിട്ട് തോന്നി എന്താന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, പിന്നെ ഡിവിഡൻ ടാക്സ്. ഇപ്പോൾ ഒരു ടാക്സ് മേടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ടാക്സ് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അതായത് വരുമാനമില്ല, വീണ്ടും വീണ്ടും ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കോൺട്രവേഴ്സ്യലാണ്, എന്നാലും ഞാൻ പറയുവാണ്. നമ്മൾ ഏണിങ് കുറയാൻ പോവുകയാണ്. ഏണിങ് കുറയാൻ പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന പൈസയിൽ നിന്ന് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റിട്ടേൺ വരുന്ന പൈസയിൽ നിന്ന് വീണ്ടും വീണ്ടും അവർ പിടിച്ചുകൊണ്ട് പോകാം. ഓൾറെഡി ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇൻകം ടാക്സിൻ്റെ പുതിയ ബഡ്ജറ്റിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് നമ്മൾ നേരത്തെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്നവർക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇപ്പം അതുണ്ടാക്കുന്നവർക്കും ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരും ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എവിടെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ട് ഡിസിഷൻ തന്നെ എടുക്കുക. എനിക്കൊന്നുമില്ല. നമ്മൾ ടാക്സ് എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നമ്മൾ ലൈഫ് സ്റ്റൈലുണ്ട്, എന്നാൽ അവിടെ നിൽക്ക്. ഇതൊന്നുമില്ലാതെ നമ്മൾ ഓക്കെ